എൻ്റെ 24-ാമത്തെ വയസ്സിൽ ആണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണാൻ. അദ്ദേഹത്തെ കണ്ട ആ സന്ധ്യ എനിക്ക് മറക്കാൻ പറ്റില്ല. ഈ കഥയെക്കുറിച്ച് ഏകദേശ രൂപത്തിലൊക്കെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, തിരക്കഥ എഴുതാൻ അറിയാമോ? നിങ്ങൾ പയ്യനല്ലേ, എത്ര വയസ്സുണ്ട്? 24. തിരക്കഥ എഴുതാൻ അറിയാമോ? അറിയാം. അതെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, ഞാൻ ധാരാളം സിനിമകൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ചിരിച്ചു. കറക്റ്റ്, ദാറ്റ് ഇസ് എ കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത് അദ്ദേഹം പറഞ്ഞു, ഉടൻ തന്നെ പറഞ്ഞു, അപ്പോൾ ഇവിടെ താമസിച്ച് തിരക്കഥ എഴുതും. അപ്പോൾ ഞാൻ 24-കാരനാണ്, എനിക്ക് ഭയമുണ്ട്, എന്തായി തീരുമെന്ന് അറിയില്ല. പെട്ടെന്ന് ആലോചിച്ച് അദ്ദേഹത്തിന് രാമകൃഷ്ണൻ എന്നൊരു പേഴ്സണൽ സർവൻ്റുണ്ട്. രാമകൃഷ്ണ, തമ്പിയെ ആർട്ടിസ്റ്റ് താമസിക്കുന്ന സ്ഥലത്ത് താമസിപ്പിക്കണ്ട. ഈസ് എൻ എഞ്ചിനീയർ. അതിനൊരു കാര്യം ചെയ്യുക, നസീറിൻ്റെ റൂമിൽ ഒരു കട്ടിലും കൂടെ പിടിച്ചിട്, ഈ കുട്ടി അവിടെ താമസിക്കട്ടെ. അപ്പം തന്നെ അദ്ദേഹം എൻ്റെ പിതാവായി മാറി. കാരണം ഇവൻ ആർട്ടിസ്റ്റിൻ്റെ കൂടെ താമസിച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് മദ്യപിക്കും, സിഗരറ്റ് വലിക്കും, അവർ പലരും സംസാരിക്കും, ഗോസിപ്പ് സംസാരിക്കും. ആ കൂട്ടത്തിലേക്ക് പയ്യനെ വിടണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു അച്ഛനാണ് അദ്ദേഹമാണ് എൻ്റെ ഗുരു. അപ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഒരു റൂമിൽ കൊണ്ട് പയ്യനെ താമസിപ്പിക്കരുത് എന്ന് കരുതിയ ആ കരുതലാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള കടപ്പാട്. കാരണം 52 വർഷം സിനിമയിൽ ജീവിച്ചിട്ടും ഞാൻ മദ്യപിച്ചില്ല. അതിന് കാരണം സുബ്രഹ്മണ്യ മുതലാളി എൻ്റെ ഗുരുവായതുകൊണ്ടാണ്.